നമസ്തേ, എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ LRS എന്ന് പറഞ്ഞാൽ ഫെമ ആക്ട് പ്രകാരം LRS എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. LRS എന്ന് പറഞ്ഞാൽ ലിബറലൈസ് റെമിറ്റൻസ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലിബറലൈസ് റെമിറ്റൻസ് സ്കീം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് പൈസ അയക്കുമ്പോൾ ഒരു പരിധി നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നമുക്ക് പൈസ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പൈസ നിശ്ചയിച്ചിട്ടുണ്ട്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. LRS എന്ന് പറഞ്ഞാൽ ലിബറലൈസ് റെമിറ്റൻസ് സ്കീം ഒരു സ്പെഷ്യൽ സ്കീമാണ്. അത് 2004 മുതൽ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ഇന്ത്യ ഗവൺമെന്റ് ഫെമ ആക്ട് പ്രകാരം കൊണ്ടുവന്ന സ്കീമാണ്. ഇത് പ്രകാരം നമ്മൾക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി വരെയുള്ള പൈസ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഓതറൈസ്ഡ് ഡീലർ, അതായത് നമ്മുടെ ബാങ്ക് ത്രൂ നമുക്കിത് അയക്കാൻ പറ്റും. അപ്പോൾ LRS പ്രകാരമുള്ള നമ്മുടെ പരിധി എത്രയാണെന്ന് വെച്ചാൽ $2.5 ലക്ഷം ആണ്. അതായത് 2.5 lakhs വരെ നമുക്ക് പരിധി ഇല്ലാണ്ട് ആ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് അയക്കാം. അതിന് ചെറിയ നിയമവശങ്ങൾ, ചില ഫോംസ് മറ്റേതൊക്കെ നമുക്ക് ഫയൽ ചെയ്യാനുണ്ട്. അത് നമ്മൾ ഓതറൈസ്ഡ് ഡീലർ ത്രൂ, ഓതറൈസ്ഡ് ഡീലർ കഴിഞ്ഞാൽ നമ്മുടെ ഏതാണോ ബാങ്ക്, ആ ബാങ്ക് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ $2.5 ലക്ഷത്തിൻ്റെ പരിധി US ആണ്. $2.5 ലക്ഷത്തിൻ്റെ പരിധി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനും കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനും രണ്ടും പറ്റുന്നതായിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനെ പറ്റി കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനെയും ഞാൻ മുമ്പ് ഉള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമ്മളുടെ അസറ്റുകൾ മാറ്റാൻ സാധ്യതയുള്ള ട്രാൻസാക്ഷനാണ്. ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തുള്ള അസറ്റ് മാറ്റാൻ സാധ്യതയുള്ള ട്രാൻസാക്ഷനാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. അതായത് ഒരാൾക്ക് കടം കൊടുക്കുക, ഒരു വസ്തു വാങ്ങുക, അങ്ങനത്തെ കാര്യം. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പുറത്തേക്ക് ഒരു ടൂർ പോവുക, ഒരു വിദ്യാഭ്യാസപരമായ ഇതിനു വേണ്ടി നമ്മൾ പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഇത് രണ്ടിനും നമ്മൾ ക്യാപിറ്റലിനും കറണ്ടിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിനി പറയുന്നത് വെച്ചാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ $2.5 ലക്ഷം ഒരു വ്യക്തിക്കാണ് പറയുന്നത്. അതായത് ഓരോ വ്യക്തിക്കും $2.5 ലക്ഷം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓരോ വ്യക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈനറേയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. മൈനറും 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിക്കും $2.5 ലക്ഷത്തിൻ്റെ പരിധി വരുന്നുണ്ട്. സോ ഒരു വീട്ടിൽ ഒരു 4 വ്യക്തികളും ഒരു മൈനറും ഉണ്ടെങ്കിൽ 5 വ്യക്തികൾക്ക് $2.5 ലക്ഷത്തിൻ്റെ പരിധി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതൊരു ഫാമിലിയിലേക്ക് കൺസോൾട്ടേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു $2.5 ലക്ഷത്തിൻ്റെ പരിധി നമ്മൾ ഒരേ ഫാമിലിയിലേക്ക് തന്നെ ട്രാൻസ്ഫറിങ് നടക്കില്ല. അതായത് ഇപ്പോൾ അച്ഛൻ, മോന്, അങ്ങനത്തെ എല്ലാം നടക്കുക. അച്ഛനും മോനും എല്ലാവർക്കും ആ ഒരു പരിധി നമുക്ക് നിശ്ചയിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ പുറത്ത് വരുന്ന ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനും ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇന്ത്യക്ക് പുറത്തൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ $2.5 ലക്ഷം വരെ നമുക്ക് അയക്കുകയും പിടിക്കുകയും ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു വാങ്ങണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു NRI ആയ വ്യക്തിക്ക് ഒരു കടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ NRI അക്കൗണ്ട് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. NRI അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു വ്യക്തി NRI തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ്റെ രത്ന ചുരുക്കം. ഇനി കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ നമുക്ക് 3-4 ഘടകങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു വ്യക്തി വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകുന്നുണ്ടെങ്കിൽ അയാളുടെ വിദ്യാഭ്യാസ ചിലവ്, അല്ലെങ്കിൽ അവിടെ നിൽക്കാനുള്ള ചിലവുകൾ, അല്ലെങ്കിൽ പുറത്തൊരു യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ $2.5 ലക്ഷം വരെ പരിധിയില്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. $2.5 ലക്ഷം വരെ. പിന്നെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, ഇപ്പോൾ എൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ പോവുകയോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിപ്പെൻഡൻറ്റ്, എൻ്റെ ആരുടെയെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഡിപ്പെൻഡൻറ്റ് പേഴ്സൺസ്, അച്ഛൻ, അമ്മ, അങ്ങനത്തെ ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് പേഴ്സൺസിൻ്റെ ഇതിന് വേണ്ടി ഞാൻ പോകും. എൻ്റെ മെഡിക്കൽ ചിലവുകൾ, അതായത് ആശുപത്രി ചിലവുകൾക്കും അവിടെയുള്ള വാസത്തിന് വേണ്ടിയുള്ള, അവിടെയുള്ള നമുക്ക് ഒരു ചിലവുകൾ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയുള്ള പരിധിക്ക് വേണ്ടിയിട്ട് $2.5 ലക്ഷം വരെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ടൂർ നമ്മൾ പോവുകയാണ്, ഇപ്പോൾ പുറത്ത് ഒരു കൺട്രീസിലേക്ക് നമ്മൾ ടൂർ പാക്കേജ് ആയിട്ട് നമ്മൾ ടൂർ പോവുകയാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുള്ള യൂറോപ്പ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏജൻസീസ് നമുക്ക് ഒരുപാട് നിൽക്കുന്നത്. അപ്പോൾ ആ ടൂർ പാക്കേജ് നമുക്ക് പോകുമ്പം ഏജൻസീസിനോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയോ $2.5 ലക്ഷം വരെ നമുക്ക് പരിധിയില്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഈ 3 കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ നമുക്ക് പരിധിയില്ലാണ്ട് നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം, നമുക്കത് ഉപയോഗിക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് ഇന്ത്യക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യക്ക് പുറത്തായിട്ടുള്ള സ്ഥലമുണ്ട്. IFSC എന്ന് പറയും, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഇന്ത്യയിൽ ഗുജറാത്തിൽ ഗാന്ധിനഗറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതായത് അത് ഇന്ത്യയിൽ വരുന്ന ഒരു സ്ഥാപനമല്ല. ഇന്ത്യയിൽ വരുന്ന ഒരു രാജ്യം ഇന്ത്യയിൽ തന്നെയാണ്, ഇന്ത്യയിൽ തന്നെ ടെറിട്ടറിയിലേക്കാണെങ്കിലും ഫെമ ആക്ട് പ്രകാരം അത് ഇന്ത്യയിലല്ല, പുറത്തുള്ള ഒരു കൺട്രി പോലെയാണ് അത് നിശ്ചയിക്കുന്നത്. അവിടെ നമുക്കിപ്പം ഗുജറാത്തിലെ ആ ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യുന്നതിന് എല്ലാം തന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്യുന്നത് നമ്മൾ എക്സ്പോർട്ടാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അവിടെയുള്ളൊരു SBIൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ഫോറിൻ കറൻസി ട്രാൻസാക്ഷനായിട്ടും അല്ലെങ്കിൽ ഫെമ ആക്ട് പ്രകാരം. അപ്പോൾ അതിൻ്റെ അകത്തും നമുക്ക് $2.5 ലക്ഷം വരെ നമുക്ക് അങ്ങോട്ട് $US നമുക്ക് അയക്കാൻ പറ്റുന്നതായിരിക്കും. ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ട്രാൻസാക്ഷനാണ് അത് വരുന്നത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെക്ടേഴ്സിന് വേണ്ടിയിട്ട് വരുന്നത്.
നമുക്കിപ്പം ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് TCS എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. സോ നമ്മളിപ്പം ഈ TDS ഉം TCS ഉം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. TCS എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ പൈസ കൊടുക്കുന്നത്, ഇപ്പോൾ ഞാനൊരു ഏജൻസിക്ക് ഞാൻ പുറത്ത് പോകാൻ വേണ്ടി യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരു പൈസ കൊടുക്കുകയാണെങ്കിൽ അത് അവരെ എൻ്റെ നിന്ന് കൂടുതൽ പൈസ കളക്ട് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ 100 രൂപയാണ് പറയുന്നതെങ്കിൽ അവരതിൻ്റെ TCSൻ്റെ എമൗണ്ടും കൂടി, അതായത് ടാക്സിൻ്റെ എമൗണ്ടും കൂടി എൻ്റെ അടുത്ത് കൂട്ടി കളക്ട് ചെയ്ത് അവരെനിക്ക് വേണ്ടി എൻ്റെ പാനിലേക്ക് ആ ടാക്സ് അടയ്ക്കും. അതാണ് TCS എന്ന് പറയുന്നത്. TDS എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ ആ TDS എന്ന് പറഞ്ഞ പോർഷൻ പിടിച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അപ്പോൾ ഒന്ന് കിഴിച്ചിട്ട് കൊടുക്കുന്നത്, ഒന്ന് കൂട്ടി കൊടുക്കുന്നത്. TCS ഞാൻ കൂട്ടി കൊടുക്കുന്നത്, അങ്ങനെ ഷോർട്ടിൽ അങ്ങനെ തീരുമാനിച്ചു. സോ 206C പ്രകാരം TCS നമ്മൾ കളക്ട് ചെയ്യണം. TCS എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനും ഓരോ ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം അതിന് പറയുന്നതിന് 2-3 ഘടകങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തിട്ട് ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ലോൺ എടുക്കുകയും ആ ലോണ് ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ 0.5% ആണ് എൻ്റെ TCS എമൗണ്ട് വരുന്നത്. 0.5% TCS 7 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ 0.5% വരും. അതേസമയം ഞാൻ വേറെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലാണ്ട് ഞാനൊരു പൈസ പുറത്തേക്ക് ലോണൊന്നും എടുത്തിട്ടല്ലാണ്ട് ഞാൻ പുറത്തേക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ TCS ലിമിറ്റ് ഞാൻ 5% ആണ്. 7 ലക്ഷത്തിന് മുകളിൽ, അതായത് 7 ലക്ഷം രൂപ വരെ TCS കളക്ട് ചെയ്യില്ല. 7 ലക്ഷത്തിന് മുകളിൽ മറ്റേ ലോൺ എടുത്തിട്ടാണെങ്കിൽ 0.5%, ലോൺ എടുക്കാണ്ടാണെങ്കിൽ 5% വരും. ഇനി ഞാൻ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഞാൻ പുറത്തേക്ക് പൈസ ഒരു ഏജൻസിയെ സമീപിച്ചിട്ട് ഞാൻ ഈ പൈസ ഇന്ത്യക്ക് പുറത്തേക്ക് ഇതിൽ അയക്കുകയാണെങ്കിൽ അതിനും എനിക്ക് TCS കളക്ട് ചെയ്യും. 7 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ 5% കളക്ട് ചെയ്യും. 7 ലക്ഷം രൂപ വരെ ഇല്ല, 7 ലക്ഷത്തിന് മുകളിൽ പോകണമെങ്കിൽ 5% TCS അവർ കൂടുതൽ നമുക്ക് കളക്ട് ചെയ്യും. ഇനി ഇതൊന്നും അല്ലാണ്ട് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ടൂർ പാക്കേജ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ടൂറായിട്ട് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ വരികയാണെങ്കിൽ എൻ്റെ TCS ലിമിറ്റിൻ്റെ അല്ലെങ്കിൽ TCSൻ്റെ റേറ്റ് ഓഫ് ഡിഡക്ഷൻ നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് 7 ലക്ഷത്തിൻ്റെ പരിധി അവിടെ ഇല്ല. ഞാൻ എത്ര എടുക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ TCS കട്ട് ചെയ്യും. അങ്ങനെ അതിൻ്റെ TCSൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അതായത് വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ പർപ്പസിനും വരികയാണെങ്കിൽ ഒന്ന് ലോൺ എടുത്തിട്ട് ഞങ്ങൾ 0.5%, ലോൺ എടുക്കാണ്ട് ഞാൻ അയക്കുന്നതാണെങ്കിൽ 5%, ഞാൻ എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ 5%, അല്ലാണ്ട് ഞാനിപ്പോൾ ടൂർ പാക്കേജോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഞാൻ പോകുകയാണെങ്കിൽ 20% ആയിരിക്കും വരിക. മറ്റേ രണ്ടിനും, അതായത് ടൂർ പാക്കേജിന് മാത്രം എനിക്ക് ലിമിറ്റ് ഇല്ല. അതായത് ഞാൻ 1 രൂപയാണെങ്കിൽ 1 രൂപയ്ക്കും ഞാൻ 20% കട്ട് ചെയ്യേണ്ടി വരും. മറ്റേതിനൊക്കെയാണ് വരികയാണെങ്കിൽ 0.5%, 7 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ മാത്രമേ TCS കളക്ട് ചെയ്യുള്ളൂ. അത് TCS കളക്ട് ചെയ്യുന്ന വ്യക്തി, ഇപ്പം ഏജൻസി ആയിരിക്കും അത് കളക്ട് ചെയ്യുക, അവർ കട്ട് ചെയ്തിട്ട് അവർ സർക്കാരിലേക്ക് അടയ്ക്കും. നമ്മൾ ആരുടെ നിന്നാണോ കട്ട് ചെയ്യുന്നത് അവരുടെ പാനിലേക്ക് അത് ക്രെഡിറ്റ് വരും. അത് നമുക്ക് വർഷാവസാനം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് കാണിക്കുകയും ചെയ്യാം, നമ്മളെ ടാക്സ് അടച്ചതായിട്ട് നമുക്ക് കാണിക്കുകയും ചെയ്യാം. ഇതാണ് TCSൻ്റെ 206C പ്രകാരം ഈ ഫെമ ആക്ട് പ്രകാരം വരുന്ന ആ ഒരു ഫെമ ആക്ട് പ്രകാരം ഇൻകം ടാക്സ് ആക്ട് വരാൻ TCS വരുന്നത്. പക്ഷേ ഫെമ ആക്ടിൽ അത് ഈ LRS സ്കീമിൽ അത് പെടുന്നതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞത്. പക്ഷേ LRS സ്കീം നമുക്ക് ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡിന് ബാധകമല്ല. ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡായിട്ട് ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ അതിന് TCS കളക്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അതായത് പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡിലാണ് ഞാൻ പുറത്ത് ചെയ്യുന്നതെങ്കിൽ അതിനായിട്ട് ഞാൻ TCS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് അത് ശരിക്കും LRS സ്കീമിലല്ല വരുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും LRS സ്കീമിലാണ് വരുന്നത്. അപ്പോൾ LRS സ്കീം എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി ഒരു സംഖ്യ നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്താണ്. അതിന് വലിയ ബാധ്യതകളും കംപ്ലയൻസും ഇല്ലാണ്ട് നമുക്കത് അയക്കാൻ പറ്റും. അത് 2.5 ലക്ഷം രൂപയാണ്, US$ ആണ് ലിമിറ്റ് വരുന്നത്. അത് നമുക്ക് ടൂർ പാക്കേജ് ആയിട്ടും മെഡിക്കൽ ബെനിഫിറ്റിനായിട്ടും പുറത്തൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടും പുറത്തൊരു വസ്തു വാങ്ങാനായിട്ടും ഒക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് 206C പ്രകാരം നമുക്ക് TCS എന്ന് പറഞ്ഞ സംഭവം കട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഓരോരോ റേറ്റ് ഉണ്ട്. 7 ലക്ഷം രൂപ വരെയാണ് ലിമിറ്റ് വരുന്നത്. പക്ഷേ ടൂർ പാക്കേജിന് ലിമിറ്റ് വരുന്നില്ല, അതിന് 20% തന്നെ കട്ട് ചെയ്യേണ്ടി വരും. 7 ലക്ഷം എന്ന ലിമിറ്റാണ് വരുന്നത്. മറ്റേതിന് 0.5%, 5% ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി വരുന്നത്. എൻ്റെ ഈ ചാനൽ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും അമർത്തുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സബ്സ്ക്രിപ്ഷൻ നടത്തുക, കൂടുതൽ ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്കിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. രതീഷ് സൈനിങ് ഓഫ്.